തൊടുപുഴയിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ DNA പരിശോധനയ്ക്കുള്ള നടപടി തുടങ്ങി NIA. മാതാപിതാക്കൾക്ക് ഉടൻ നോട്ടീസ് നൽകും. വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡി ആവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകും. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ സവാദിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഇത്രയും വർഷം വലിയ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത്രയും മൂക്കിന് കീഴിൽ തന്നെ ഉണ്ടായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ ഏതായാലും പ്രതിയെ കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടികൾ അത് DNA പരിശോധന അടക്കം ആണ് നടക്കേണ്ടത്. അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? സ്മിത, പ്രവിധ, DNA അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി അധികമായി ശേഖരിക്കാനാണ് NIAയുടെ നീക്കം. അത് ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ 13 വർഷക്കാലമായി സവാദ് മറ്റൊരു പേരിലാണ്, ഷാജഹാൻ എന്ന പേരിലാണ് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പിടിക്കപ്പെട്ട സവാദ് കൈവിട്ട് കേസിലെ സവാദ് തന്നെയാണ് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കുക NIAയുടെ ബാധ്യത കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ കോടതി നടപടികളിലേക്ക് ഈ കേസ് നീങ്ങുകയാണ്. NIA ഈ DNA പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ അവരെ കൂടി വിളിപ്പിച്ച് അവരുടെ പരിശോധനകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകാനാണ് NIAയുടെ തീരുമാനം. ഒപ്പം സവാദിൻ്റെ 2 മൊബൈൽ ഫോണുകളാണ് NIAയുടെ കസ്റ്റഡിയിലുള്ളത്. ഈ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതും ഇതിൻ്റെ തുടരന്വേഷണങ്ങൾക്ക് വലിയ ഒരു സഹായകമാകും. ഈ ഫോൺ വഴി ബന്ധപ്പെട്ട ആളുകൾ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ ആളുകളാണ് എന്നുള്ള വിവരം NIAയ്ക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ ശാസ്ത്രീയമായ തെളിവ് വളരെ സഹായകമാണ്. ഒപ്പം ഈ സവാദിൻ്റെ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി കൂടി അടുത്ത ദിവസം NIA കോടതിയിൽ സമർപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ളതാണ് NIA കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്.